നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ എവിടെയോ മറഞ്ഞുപോയ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഇത് വെറുമൊരു സാമ്രാജ്യമല്ല, ലോകത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുണ്ടായിരുന്ന ഒന്ന്. അതും എവിടെയാണെന്നോ? നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കുരുമുളക് എന്ന ഒരൊറ്റ കാര്യത്തിന്റെ ബലത്തിൽ കെട്ടിപ്പൊക്കിയൊരു സാമ്രാജ്യം. അപ്പോ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ, വെറുമൊരു കുഞ്ഞൻ കറുത്ത കുരു, അതിനെങ്ങനെയാ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്? പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഒരു കാലത്ത് ഇതിന്റെ പേര് കറുത്ത പൊന്ന് എന്നായിരുന്നു. ശരിക്കും സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്ന ഒരു സാധനം. അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. സാധിച്ചു. ഇന്ത്യയുടെ മലബാർ തീരത്ത് ഈ കറുത്ത പൊന്ന് ഒരു രാജവംശത്തിന് തന്നെ ജന്മം കൊടുത്തു. നമുക്കാ കിടിലൻ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത് മൂഷിക സാമ്രാജ്യത്തിന്റെ കഥയാണ്. പുരാതന ലോകത്തിലെ ആഗോള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന്. നിങ്ങൾ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഏഴിമല കണ്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഹൃദയഭൂമിയിലാണ് നിൽക്കുന്നത്. അതെ, ഈ ഏഴിമലയായിരുന്നു മൂഷിക രാജവംശത്തിന്റെ തലസ്ഥാനം. ഏകദേശം 1000-ലധികം വർഷത്തോളം അവരുടെ ഭരണം നടത്തി. ശരി, അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ ചെറിയൊരു രാജ്യം ഇത്രയധികം പണവും ശക്തിയുമൊക്കെ നേടിയത്? അതിന്റെ രഹസ്യം രണ്ട് കാര്യങ്ങളിലായിരുന്നു. ഒന്ന്, അവരുടെ കിടിലൻ ലൊക്കേഷൻ. രണ്ട്, അവർ കയ്യിൽ വെച്ചിരുന്ന ആ കറുത്ത പൊന്ന്. അവരുടെ വിജയത്തിന്റെ ആ ഒരു സീക്രട്ട് ഫോർമുല എന്താണെന്നറിയാമോ? സംഭവം സിമ്പിളാണ്. ഒരു വശത്ത് കുരുമുളകും ഏലവും ഒക്കെ ഇഷ്ടം പോലെ വിളയുന്ന പശ്ചിമഘട്ട മലനിരകൾ, മറുവശത്തോ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കച്ചവടക്കപ്പലുകൾ വരുന്ന അറബിക്കടൽ. പോരാത്തതിന് ആർക്കും അത്ര പെട്ടെന്നൊന്നും കയറിവന്ന് ആക്രമിക്കാൻ പറ്റാത്ത ഏഴുമലയുടെ മുകളിലൊരു കിടിലൻ തലസ്ഥാനവും. ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ പിന്നെ അവരെ പിടിക്കാൻ ആർക്കും പറ്റിയില്ല. അവരുടെ കച്ചവട ബന്ധങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്നറിയണ്ടേ? ആയിരക്കണക്കിന് റോമൻ സ്വർണ്ണ നാണയങ്ങളാണ്, അതെ, റോമൻ സ്വർണ്ണ നാണയങ്ങൾ ഏഴുമലയുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം എന്താ? റോമാ സാമ്രാജ്യവുമായിട്ട് വരെ അവർക്ക് നേരിട്ട് ഡീലുണ്ടായിരുന്നു. അതാണതിൻ്റെ ഒരു പവർ. നൗറ, മഡായി, വളപട്ടണം, ഇതൊക്കെയായിരുന്നു അവരുടെ സൂപ്പർ പോർട്ടുകൾ. അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ ജീവൻ തന്നെ ഈ തുറമുഖങ്ങളായിരുന്നു. മലയിലെ കുരുമുളക് നേരെ ഈ തുറമുഖങ്ങളിലേക്ക് വരുന്നു. അവിടെ നിന്ന് കപ്പൽ കയറി നേരെ റോമിലേക്കും അറേബ്യയിലേക്കും പേർഷ്യയിലേക്കും പോകുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അവരുടെ ആളുകളെയും രാജാക്കന്മാരെയും പിന്നെ അവരുടെ വളരെ യുണീക്കായ ചില സാമൂഹിക രീതികളെയും പറ്റി നോക്കാം. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതൊരു പുരാതന രാജവംശത്തെയും പോലെ മൂഷികർക്കും ഒരു ഒറിജിൻ സ്റ്റോറിയുണ്ട്. അവരുടെ ഔദ്യോഗിക ചരിത്രകാവ്യമായ മൂഷിക വംശം പറയുന്നത് പരശുരാമന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിവന്ന ഒരു രാജകുമാരനാണ് ഈ രാജ്യം സ്ഥാപിച്ചതെന്നാണ്. പക്ഷേ ചരിത്രപരമായ തെളിവുകൾ നമ്മളെ കൊണ്ടുപോകുന്നത് AD 2-ാം നൂറ്റാണ്ടിലെ നന്നൻ എന്നു പേരുള്ള അതിശക്തനായൊരു ഭരണാധികാരിയിലേക്കാണ്. ഇതൊന്നും വെറും കഥകളല്ല കേട്ടോ, നമുക്ക് ശരിക്കുമുള്ള തെളിവുകളുണ്ട്. 10-ാം നൂറ്റാണ്ടിലെ കല്ലുകളിൽ കൊത്തിവെച്ച രേഖകളിൽ വാലിധര വിക്രമരാമൻ എന്നൊരു മൂഷിക രാജാവിന്റെ പേര് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോ ഐതിഹ്യങ്ങൾക്കപ്പുറം ഒരു യഥാർത്ഥ ചരിത്രം അവിടെയുണ്ട്. ഇനി നമുക്ക് അവരുടെ സമൂഹത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തിലേക്ക് വരാം. മരുമക്കത്തായം കേട്ടിട്ടുണ്ടാവൂലേ? അതായത് സ്വത്തൊക്കെ അച്ഛനിൽ നിന്ന് മകനിലേക്കല്ല പോകുന്നത്, പകരം അമ്മാവനിൽ നിന്ന് അനന്തരവനിലേക്ക്, അതായത് സഹോദരിയുടെ മകനിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ തന്നെ സാമൂഹിക ചരിത്രത്തിൽ വലിയൊരു സംഭവമായിരുന്നു. ഈയൊരു മാറ്റം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. തുടക്കത്തിൽ അവരും അച്ഛനിൽ നിന്ന് മകനിലേക്ക് അധികാരം കൈമാറുന്ന രീതി, അതായത് മക്കത്തായം, തന്നെയാണ് പിന്തുടർന്നത്. പക്ഷെ ഒരു 10-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അവർ കംപ്ലീറ്റായിട്ട് മരുമക്കത്തായത്തിലേക്ക് മാറി. ഇതിനൊരു ഫലം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം കൂടി. കാരണം കുടുംബ പരമ്പര മുന്നോട്ടു പോകുന്നത് അവരിലൂടെയാണല്ലോ. ഇത്രയധികം കാശും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കളും ഉണ്ടാകുമല്ലോ. ഈ കുരുമുളക് കച്ചവടം കൈക്കലാക്കാൻ വേണ്ടി അയൽരാജ്യങ്ങൾ എപ്പോഴും ഒരു കണ്ണുവെച്ചിരുന്നു. അവരുടെ ചരിത്രമെടുത്താൽ നിറയെ യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ്. തുടക്കത്തിൽ തൊട്ടടുത്തുള്ള ചേരന്മാരുമായിട്ടായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. പിന്നെ AD 1005 തെക്കേ ഇന്ത്യയിലെ സൂപ്പർ പവറായിരുന്ന ചോളന്മാർ അവരുടെ ഭീമൻ നേവി വെച്ച് ആക്രമിച്ചു. ഒടുവിൽ കാലം മുന്നോട്ടു പോയപ്പോൾ മൂഷിക രാജ്യം പതിയെ കോലത്തുനാട് എന്ന പുതിയൊരു രാജവംശമായിട്ട് മാറി. അപ്പോ തങ്ങളുടെ ഈ കറുത്ത പൊന്നിനെ അവരെങ്ങനെയാണ് സംരക്ഷിച്ചിരുന്നത്? അതിനവർക്ക് കൃത്യമായ പ്ലാനുണ്ടായിരുന്നു. ഏഴിമല പോലെയുള്ള കുന്നിൻ മുകളിലെ കോട്ടകൾ, പിന്നെ നായർ യോദ്ധാക്കളെ പോലെയുള്ള മികച്ച പോരാളികൾ, അതുകൂടാതെ ചില സമയങ്ങളിൽ അയൽക്കാരുമായിട്ടുള്ള പൊളിറ്റിക്കൽ സഖ്യങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ഡിഫൻസ് സ്ട്രാറ്റജി. ഒരു സാമ്രാജ്യം അവസാനിക്കുമ്പോൾ അതിന്റെ കഥ അവിടെ തീരുന്നില്ല. മൂഷിക സാമ്രാജ്യം ഒരു പേരായി ചരിത്രത്തിൽ മറഞ്ഞെങ്കിലും അവരുടെ സ്വാധീനം,
അവരുടെ പൈതൃകം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മൂഷിക രാജ്യം ഒരു വലിയ യുദ്ധത്തിൽ തോറ്റ് തകർന്നുപോയ ഒന്നല്ല. പകരം അതൊരു ട്രാൻസ്ഫോർമേഷനായിരുന്നു. കാലക്രമേണ അതൊരു പുതിയ രൂപത്തിലേക്ക് മാറി. അവരെ രാജകുടുംബം തന്നെ കോലത്തിരികൾ എന്ന പേരിൽ ഭരണം തുടർന്നു. അപ്പോൾ ഇതൊരു തകർച്ചയല്ല, മറിച്ചൊരു പരിണാമമാണ്. അവരുടെ സ്വാധീനം നമുക്കിന്ന് എവിടെയൊക്കെ കാണാൻ പറ്റും. അവർ തുടങ്ങിവെച്ച ആ മരുമക്കത്തായം അത് പിന്നെയും നൂറ്റാണ്ടുകളോളം വടക്കൻ കേരളത്തിൽ തുടർന്നു. അവർ പണിത ക്ഷേത്രങ്ങളിലെ പല ചടങ്ങുകളും ഇന്നും ഒരു മാറ്റവുമില്ലാതെ നടക്കുന്നു. കണ്ണൂരിലെയും കാസർഗോഡിലെയും പല സ്ഥലപ്പേരുകളിലും പിന്നെ തെയ്യം പോലുള്ള കലാരൂപങ്ങളിലുമൊക്കെ ഇപ്പോഴും മൂഷികരുടെ കഥകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇതാണ്. മൂഷിക എന്ന പേര് ഇന്ന് നമുക്ക് ചിലപ്പോൾ ചരിത്രപുസ്തകങ്ങളിൽ മാത്രമേ കാണാൻ കിട്ടുകയുള്ളൂ. പക്ഷെ അവരുടെ പൈതൃകം ആ നാടിന്റെ സംസ്കാരത്തിൽ നിന്നും നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. അത് അത്രത്തോളം ആഴത്തിൽ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിവരണം നമ്മളിവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മളിന്ന് ചിക്കനിലൊക്കെ ഇട്ട് കഴിക്കുന്ന കുരുമുളകിൻ്റെ ഓരോ മണിക്കു പിന്നിലും ഇങ്ങനെയൊരു മറന്നുപോയ സാമ്രാജ്യത്തിൻ്റെ കഥയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മളറിയാത്ത എത്ര കഥകൾ ഇനിയും ചരിത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവും. ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്.